SPC സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിൻ്റെ ചാമ്പ്യൻ അങ്ങനെ ഒരു പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കിയതിൻ്റെ മുഖ്യമായി ഈ പദ്ധതി ചെയ്തത് പി വിജയൻ IPS അവർകളാണ്. അതിന് നാഷണൽ ലെവലിൽ തന്നെ വലിയ അറ്റൻഷൻ കിട്ടി, ഇൻ്റർനാഷണൽ റെക്കഗ്നീഷനും ആ ലൈനിലേക്ക് പോയി. അവാർഡ് കിട്ടിയില്ല, പക്ഷെ ആ ലൈനിലേക്ക് അത് പോയി. കുട്ടി പോലീസ് എന്ന പേരിൽ ഒരു പരിപാടി അതിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ, അതിൻ്റെ തുടക്ക സമയത്ത്, ആ കൺസെപ്റ്റ് വരുന്ന സമയത്തും, അത് ഏറ്റവും തുടങ്ങിയ സമയത്ത്, പൈലറ്റ് പ്രോജക്റ്റ് പോലെ തുടങ്ങിയ സമയത്ത് ഞാനും അതിനകത്ത് അസോസിയേറ്റ് ചെയ്തിരുന്നു. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫാസിൽ എന്ന് പറയുന്ന ഇപ്പോൾ പ്രിൻസിപ്പളായിട്ടുള്ള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു സാറ്, അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ നടത്തിയ ചില പരീക്ഷണങ്ങൾ, ഇത്തരത്തിലുള്ള ചില പരീക്ഷണങ്ങളൊക്കെ അദ്ദേഹം ബന്ധപ്പെട്ട ആളുകളുമായിട്ടൊക്കെ സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹവും ഈ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിൻ്റെ പിന്നണിയിൽ ശക്തമായി ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഒരു ആശയം എന്നുള്ള കാര്യത്തിൽ ഞാൻ നൂറുകണക്കിന് ആശയങ്ങൾ സിസ്റ്റത്തിൽ കൊടുത്തിട്ടുള്ള ആളും കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുമാണ്. ലേഖനങ്ങൾ വഴി, പത്രങ്ങൾ വഴി, ഇൻ്റർവ്യൂകൾ വഴി, വീഡിയോകൾ വഴി, പുസ്തകങ്ങൾ വഴിയൊക്കെ നമ്മൾ ഒരുപാട് ആശയങ്ങൾ എഴുതാറുണ്ട്. ഹരിത കേരളത്തെക്കുറിച്ചൊക്കെ ധാരാളം ആശയങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട് എൻ്റെ പുസ്തകം വഴിയൊക്കെ. സമൂഹത്തിന് കൊടുത്തു കഴിഞ്ഞാൽ അത് സമൂഹം ആരെങ്കിലുമൊക്കെ എടുത്ത് നടപ്പിലാക്കി. ആശയം രൂപീകരിച്ച ആളിന് ചിലപ്പോൾ അത് നടപ്പിലാക്കി കൊള്ളാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ ആശയം രൂപീകരിക്കുന്നത് അതിൻ്റെ ഒരു ത്രെഡ് മാത്രമേ കാണുള്ളൂ. ഇപ്പോൾ കഥ, തിരക്കഥ, സിനിമയ്ക്കകത്ത് കഥയുണ്ട്, തിരക്കഥയുണ്ട്. കഥ ഉണ്ടായിട്ട് കാര്യമില്ല, അതിന് തിരക്കഥയാക്കണമല്ലോ, പിന്നെ അത് സംവിധാനം ചെയ്യണം, നിർമ്മിക്കണം, ഒരുപാട് പ്രോസസ്സുണ്ട്. അപ്പോഴേ സിനിമയായിട്ട് അല്ലേ, പിന്നെ കഥയായിട്ടല്ലേ നിൽക്കരുത്. അപ്പോൾ കഥാതന്തു വരുന്നത് ഇതുപോലുള്ള ഈ സ്കൂളുകളിലൊക്കെ നടക്കുന്ന പരീക്ഷണങ്ങളിൽ നിന്നാണ്. അപ്പോൾ ഫാസിൽ എന്ന് പറയുന്ന അധ്യാപകൻ നടത്തിയ കുറേ പരീക്ഷണങ്ങളുണ്ട്. അദ്ദേഹം ഇത് വിജയൻ സാറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്, അദ്ദേഹം NSSൻ്റെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി NSSൻ്റെ സ്റ്റേറ്റ് പ്രോഗ്രാം ഓഫീസറാണ്. അവർ വളരെ ടീമായിട്ടൊക്കെ നിന്ന് പ്രോഗ്രാം ചെയ്തു. പക്ഷേ ഇതിനെ പൈലറ്റ് ചെയ്ത് കൊണ്ടുപോയതും ഇതിനെ ഒരു ഹൈപ്പിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയതും വിജയൻ സാറിൻ്റെ ശക്തമായ നേതൃത്വവും വിഷണറി വകുപ്പ് കാര്യമാണ്. അപ്പോൾ ഞാനിതിപ്പോൾ പറയാൻ കാരണം, ഇപ്പോഴത്തെ ക്രമസമാധാനത്തിൻ്റെ പാലനത്തിൻ്റെ ചുമതല പി വിജയൻ IPS അവർകൾക്കാണ്. ഇതിനിടയിൽ കഴിഞ്ഞ പിണറായി ഗവൺമെൻറ് കാലത്ത് ഇല്ലാത്ത ഒരു കേസ്, കാരണം അദ്ദേഹം അഴിമതിക്കാരനല്ല, എനിക്ക് വളരെ വ്യക്തമായി നേരിട്ട് അറിയാം എന്നുള്ള ആളാണ്. അങ്ങനെ അഴിമതിയുടെ ഒരു ട്രാക്ക് റെക്കോർഡുള്ള ആളല്ല. വളരെ കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ച ഒരു കുടുംബത്തിൽ നിന്ന്, ദരിദ്രമായി ദാരിദ്ര്യമൊക്കെ അനുഭവിച്ച, പട്ടിണി അനുഭവിച്ച ഒരു കുടുംബത്തിൽ നിന്ന് വളർന്നു വന്ന് തൻ്റെ അധ്വാനം കൊണ്ട് മാത്രം, തൻ്റെ വിൽ പവർ, അധ്വാനമൊന്നും പറയാൻ പാടില്ല, തൻ്റെ ഇച്ഛാശക്തി കൊണ്ട് മാത്രം IPSലെത്തിയ കഥ അദ്ദേഹം തന്നെ പുസ്തക രൂപത്തിലൊക്കെ സമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വലിയ മോട്ടിവേറ്ററാണ്, മോട്ടിവേഷൻ സ്പീക്കറാണ്, കുട്ടികൾക്കെല്ലാം വലിയ ആവേശം നൽകുന്ന ആളാണ്. ഇത് നിരവധി പോസ്റ്റുകളിലിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് ഇപ്പോൾ ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള ADGP. ഇപ്പോൾ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിൻ്റെ അമരക്കാരൻ അല്ലെങ്കിൽ ചാമ്പ്യൻ എന്നുള്ള നിലയിൽ ഓപ്പറേഷൻ തൂഫാൻ പോലുള്ള ഈ കാര്യങ്ങൾക്ക് വലിയ മാനമുണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിയും. അതുപോലെ തന്നെ ക്രമസമാധാനത്തിൻ്റെ ചുമതല അദ്ദേഹത്തിന് ഏൽപ്പിച്ചപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഈ പോലീസിനകത്തുള്ള ചെറിയ ചെറിയ ചേരിപ്പോരും കുടിപ്പകയും കുത്തിത്തിരിപ്പും കുന്നായ്മയൊക്കെ കാരണം അദ്ദേഹത്തിന് സസ്പെൻഷൻ വരെ വന്നു. പക്ഷേ അതെല്ലാം ക്ലിയർ ചെയ്തു. അദ്ദേഹം ഇപ്പോൾ സർവീസിൽ വന്നു. ഇപ്പോൾ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയി അദ്ദേഹം അധികാരമേറ്റിരിക്കുകയാണ്. ഇന്നലെ തീരുമാനമായിട്ടുണ്ട്. അതുപോലെ തന്നെ ADGP വെങ്കടേഷ്, അദ്ദേഹം SIT ശബരിമല സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെയും മിക്കവാറും എല്ലാത്തിൻ്റെയും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ആളാണ്. അദ്ദേഹത്തെ ആക്കിയിരിക്കുന്നത്. പിന്നെ ക്രൈംബ്രാഞ്ച് ADGP ആക്കിയിട്ടുണ്ട്. അപ്പോൾ ശ്രീജിത്തും നല്ല സംഗീതമൊക്കെ പറയുന്ന ആളാണ്, പാടുന്ന ആളാണ്. ശബരിമല വിഷയത്തിൽ സ്ത്രീകളെ കയറ്റുന്നതുമായി ബന്ധപ്പെട്ട സമയത്ത് ശബരിമല ഡ്യൂട്ടിയൊക്കെ ഉണ്ടായിരുന്നു. വലിയ വിവാദം, അന്ന് വലിയ വിവാദമൊക്കെ ആയിട്ടുള്ള ആളാണ് ശ്രീജിത്ത് IPS. അദ്ദേഹത്തെ ജയിൽ ADGP ആക്കിയിട്ടുണ്ട്, അതിൻ്റെ മേധാവിയാക്കിയിട്ടുണ്ട്. ബൽറാം കുമാർ ഉപാധ്യായെ സായുധ പോലീസ് ബറ്റാലിയൻ്റെ ADGP ആക്കിയിട്ടുണ്ട്. പിന്നെ ഹർഷിത അട്ടല്ലൂരി, ഷൗക്കത്ത് അലി വളരെ പ്രസിദ്ധനാണ്. അദ്ദേഹം ഈ TP ചന്ദ്രശേഖരൻ വധത്തിൽ അവിടെ കണ്ണൂരിലെ ഒളിവ് സംഘത്തിൽ പോയി പ്രതികളെ അറസ്റ്റ് ചെയ്തതിലൊക്കെ വളരെ പ്രസിദ്ധനാണ് ഷൗക്കത്ത് അലി. വളരെ സിൻസിയറായിട്ടുള്ള, ബോൾഡായിട്ടുള്ള ഓഫീസറാണ്. അപ്പോൾ ഷൗക്കത്ത് അലിക്ക് പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ
തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം അരുൾ ബി കൃഷ്ണ, അദ്ദേഹം തിരുവനന്തപുരത്തുകാരനാണ്. അദ്ദേഹമാണ് തിരുവനന്തപുരം നന്നായി അറിയാമെന്നുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിനാണ് തിരുവനന്തപുരത്തിൻ്റെ കമ്മീഷൻ സ്ഥാനം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി SPCക്കും അതുപോലെ നിശാന്തിനിക്കും കൊടുത്തിട്ടുണ്ട്. രാജമാണിക്യം IASൻ്റെ ഭാര്യ നിശാന്തിനി IPSനും പുതിയ പദവി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് ആളുകൾക്ക് പുതിയ പദവി കൊടുത്തിരിക്കുന്നു. ADGP അജിത് കുമാറിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ എന്താണ് തീരുമാനം വരിക എന്നറിയില്ല. കാര്യം അജിത് കുമാറിനെ ഇപ്പോൾ ആർക്കും വേണ്ടാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അദ്ദേഹത്തെ എക്സൈസിൻ്റെ ചുമതല കൊടുത്തപ്പോൾ വേണ്ടാന്ന് ലിജു പറഞ്ഞു, മന്ത്രി പറഞ്ഞു. ബെവ്കോയുടെ ചെയർമാനാക്കിയപ്പോൾ, അവിടെ MD ആക്കിയപ്പോൾ അവിടെയും പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വളരെ വലിയ പ്രശ്നത്തിൽ നിൽക്കുകയാണ് ADGP അജിത്തിൻ്റെ കാര്യം. അതിന് എന്താവുമെന്ന് അറിയില്ല. പിന്നെ അന്വേഷണവും വരുന്നുണ്ട്, അദ്ദേഹത്തിനെതിരെ ഒരു അന്വേഷണവും വരുന്നുണ്ട്. അപ്പോൾ അത് വേറൊരു വിഷയത്തിൽ നിൽക്കുന്നു. എന്തായാലും തലസ്ഥാനത്തിനും സ്വന്തം കമ്മീഷണറായിട്ടുണ്ട്. പുതിയ ഓരോ ജില്ലയ്ക്കും സിറ്റിക്കും പുതിയ കമ്മീഷണർമാരെ വച്ചിട്ടുണ്ട്. കോഴിക്കോടിനും കൊച്ചിക്കും എറണാകുളത്തിനും ഒക്കെ കമ്മീഷണർമാരെ വെച്ചിട്ടുണ്ട്. വളരെ ഗൗരവമുള്ള ഒരു പോലീസ് അഴിച്ചുപണിയാണ് നടത്തിയിരിക്കുന്നത്. IASകാരുടെ അഴിച്ചുപണി, 47 പേരുടെ അഴിച്ചുപണി കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. അപ്പോൾ IPSും അഴിച്ചുപണി നടന്നു. അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് ക്രമസമാധാനത്തിൻ്റെ ചുമതല P. വിജയൻ IPS അവർ കൊടുത്തിട്ടുള്ളതാണ്. അദ്ദേഹം കൃത്യമായി ഒരു വിഷൻ ഉള്ള ഓഫീസറാണ്. ഞാൻ പറഞ്ഞു, SPC പോലുള്ള സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പോലുള്ള ഭാവനാപൂർണ്ണമായ പദ്ധതികൾ അദ്ദേഹം വിഭാവനം ചെയ്തിരുന്നു. ഈ പബ്ലിക് അസറ്റ് എന്ന് പറഞ്ഞാൽ പൊതു സ്വത്ത്, അത് നമ്മുടെ ട്രാൻസ്പോർട്ട് ആയാലും ഇലക്ട്രിസിറ്റി ആയാലും റോഡായാലും പാലമായാലും പൊതു കെട്ടിടങ്ങളായാലും ഓഫീസായാലും മൊത്തത്തിൽ മണ്ണായാലും വായുവായാലും വെള്ളമായാലും നദികളായാലും പുഴകൾ, പൊതു സ്വത്ത് സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് വലിയ കൺസേൺ ഉണ്ട്. അത് ഞാൻ പലപ്പോഴും അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് പബ്ലിക് അസറ്റ് അംബാസഡർമാർ ഈ രാജ്യത്ത് ഉണ്ടാകണം, ഈ കേരളത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ SPCയൊക്കെ അങ്ങനെ കൺവേർട്ട് ചെയ്യാനൊക്കെ അദ്ദേഹം തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ പല പ്രശ്നങ്ങളല്ല, അദ്ദേഹവും തിരക്കിൽപ്പെട്ടു. ഈ തുടക്കക്കാരൻ കൂടെ ഉണ്ടായിരുന്ന ഫാസിലും തിരക്കിൽപ്പെട്ടു. രണ്ടുപേരും തിരക്കിൽപ്പെട്ട് മാറി. അവരുടെ ജോലി തിരക്കുകളുമായിട്ട് മാറി. പിന്നെ അത് മറ്റൊരു തരത്തിലേക്ക് ഒരു നല്ല പ്രോഗ്രാമായിട്ട് തന്നെ SPC പോകുന്നുണ്ട്. ഇപ്പോൾ അതിനെ സംബന്ധിച്ചൊരു പഠനവും ശ്രീ ഫാസിൽ എടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഈ SPCയുടെ ഗുണഗണങ്ങളെപ്പറ്റി പഠിക്കാൻ ഒരു അനുവാദം പിന്നെ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ഈ ഫാസിൽ NSSൻ്റെ പഴയ പ്രോഗ്രാം ഓഫീസർ, സ്റ്റേറ്റ് പ്രോഗ്രാം ഓഫീസർ ഫാസിലിന് കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അതിൻ്റെ പഠനവും നടക്കും. അപ്പോൾ ആ റിപ്പോർട്ടും വരട്ടെ. അപ്പോൾ P. വിജയൻ അവർകളും ഫാസിലുമൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും SPCക്ക് പുതിയ മാനമുണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓപ്പറേഷൻ തൂഫാൻ പോലുള്ള മഹത്തായ പരിപാടികൾ, മണ്ണിനെയും പ്രകൃതിയെയും വെള്ളത്തെയും എല്ലാം സംരക്ഷിക്കുന്ന വലിയ അംബാസഡർമാരെ സൃഷ്ടിക്കുന്ന വലിയ പദ്ധതികളാണ് SPC പോലുള്ള പദ്ധതികൾ. അങ്ങനെയുള്ള പദ്ധതികളൊക്കെ വിഭാവനം ചെയ്തിട്ടുള്ള ഭാവനാപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന P. വിജയൻ IPS അവറുകളാണ് ക്രമസമാധാനത്തിൻ്റെ പുതിയ ചുമതല. അപ്പോൾ പുതിയ ഗവൺമെൻറ്റാണ്, പുതിയ ചുമതലകളാണ് വരുന്നത്. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുകയെന്ന്.